ദൈവം ഓഫർ ചെയ്തിട്ടുള്ള മദ്യപ്പുഴകൾക്കും ഹൂറികൾക്കും വേണ്ടിയാണ് കാശ്മീരിൽ നിന്ന് 20-ലധികം വരുന്ന ആളുകളെ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. മതമാണ് ഇതിൻ്റെ പുറകിലെന്ന്, മതം എന്ന വിഷമാണ് ഇതിൻ്റെ പുറകിലെന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട്. കാശ്മീരിലെ ഈ ഭീകരവാദ വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം തന്നെ ഇതേ മതസ്ഥരുടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ കമൻറ്റുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തെ അനുകൂലിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. എന്തിനാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? 20 പേരെ കൊന്നതിന് അല്ലെങ്കിൽ 20-ലധികം ആളുകളെ വെടിവെച്ച് കൊന്നതിലൊന്നും ന്യായീകരിക്കാനില്ല. എന്ത് സ്വർഗമാണ് ഇതിലൂടെ കിട്ടുന്നത്? ഒരു മനുഷ്യനെ കൊന്ന് നേടുന്ന സ്വർഗത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രതീക്ഷകൾ, അയാളെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനകൾ എല്ലാം ഒരൊറ്റ വെടിയുണ്ടയിൽ നിങ്ങൾ അവസാനിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചു കിടക്കുന്നതിൻ്റെ അടുത്ത് ഭാര്യ ഇരുന്ന് കരയുന്ന ഒരു ചിത്രവും ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. എന്ത് സങ്കടമുള്ള കാഴ്ചയാണത്! അത്തരത്തിലുള്ള സങ്കടങ്ങളിലേക്ക് മനുഷ്യരെ തള്ളിവിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത്? ഇതിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന സ്വർഗം അതാണോ യഥാർത്ഥത്തിൽ സ്വർഗം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് എന്തർത്ഥമാണ് അതിനകത്തുള്ളത്? ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഇല്ലാതാക്കിയിട്ട് നിങ്ങളൊരു സ്വർഗം നേടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഏത് ദൈവമാണ് അത് പറയുന്നത്? അത്തരത്തിൽ കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെ അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ കേരളത്തിലെ മുസ്ലിങ്ങൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. മതേതരമായി ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ്. അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. അതിന് മുഖം നോക്കുകയേ ചെയ്യരുത്. അടുപ്പമുള്ള ഏതു മനുഷ്യരായിക്കോട്ടെ അകറ്റി നിർത്തുക തന്നെ വേണം.